പി വി അൻവർ, താങ്കൾ ആ വിഷയം ഏറ്റെടുത്ത ആളാണ്. ഇന്ന് രാധ, അതിന് തൊട്ട് മുമ്പ് വാഗേരിയിലെ പ്രജീഷ്, നേരത്തെ സിദ്ദീഖ് പറഞ്ഞ ലക്ഷ്മണൻ, അതിനു മുമ്പ് തോമസ്, ഇതൊക്കെ എന്താണ് കടുവ, പിന്നെ പുല്ലപ്പള്ളി പള്ളിച്ചിറ കോളനിയിലെ ബോളൻ, കാട്ടിക്കുളം ബേഗൂർ കോളനിയിലെ ചെറിയ സോമൻ, താൽക്കാലികയുടെ പുളിഞ്ഞാൽ തങ്കച്ചൻ, ആനപ്പാറ കോളനിയിലെ കുള്ളൻ, മേപ്പാടി ചുളുക്കിയ സ്റ്റേറ്റ് ഡിവിഷനിലെ കുഞ്ഞവരാൻ മുസ്ലിയാർ, ഇതൊക്കെ കാട്ടാനകൾ വയനാട്ട് മാത്രം. അതിൻ്റെ പിന്നാലെ നമ്മൾ കേട്ട പേരുകൾ ഏതൊക്കെയാണ്? നമ്മൾ ആദ്യം കേട്ടത് എൽദോ, ഈ കഴിഞ്ഞ മാസങ്ങളിലാണ് കേട്ടത്. എൽദോയുടെ പേര് നമ്മൾ കേട്ടു, അത് കഴിഞ്ഞ് അമർലാഹിയുടെ പേര് നമ്മൾ കേട്ടു, അത് കഴിഞ്ഞ് മണിയുടെ പേര് നമ്മൾ കേട്ടു. നമ്മൾ ദിവസം ഇങ്ങനെ മനുഷ്യൻ ചിതറിപ്പോകുന്ന വാർത്ത കേൾക്കുകയാണ്. അത് വാർത്ത ഒരു പുതുമയോ അല്ലാതായി പോകും, ആൾക്കാർക്ക് ഒരു ഞെട്ടലും ഉണ്ടാവാതിരിക്കുകയാണ്. പക്ഷേ പി വി അൻവർ ഇതൊക്കെ കേന്ദ്ര നയത്തിൻ്റെ പ്രശ്നമാണെന്ന് പറയുകയും അവിടെ ആൾ ഭരിച്ചാൽ അവിടെ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കലും അവിടെ വന്ന് കണ്ടാലുടൻ വെടിവെക്കാൻ ഉത്തരവ്, അതിൽ തീരുവോ പി വി അൻവർ? അല്ല, കൊല്ലാൻ ഉത്തരവിട്ടിരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷേ അത് പ്രാവർത്തികമാകുമോ എന്ന് കണ്ടറിയണം. അതിലെത്രമാത്രം ആത്മാർത്ഥത ഉണ്ട് എന്ന് ഫോറസ്റ്റിൻ്റെ അവരുടെ പൂർവ്വകാല പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഒന്ന്, ഇനി അത് പ്രാവർത്തികമായാൽ തന്നെ അവസാനിക്കുന്നതല്ല ഈ പ്രശ്നം. നൂറുകണക്കിന് കടുവയും പുലിയും കരടിയുമൊക്കെ മറ്റു ഉൾപ്രദേശങ്ങളിൽ നിന്ന്, ഫോറസ്റ്റിൽ നിന്ന് ഈ മനുഷ്യവാസ പ്രദേശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ നേർചിത്രങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസമായി കാണുന്നത്. ഇതിലൊരു പ്രധാനമായ വിഷയം, ഈ കണ്ടു കാണപ്പെട്ട ജീവികൾക്കൊന്നും കഴിക്കാനുള്ള ഭക്ഷണമോ അതിനുള്ള വെള്ളമോ ഈ ഫോറസ്റ്റിൻ്റെ അകത്ത് ഇല്ല എന്നുള്ളതും, മുമ്പുണ്ടായിരുന്ന വാട്ടർ സോഴ്സുകളൊക്കെ നശിച്ചു പോവുകയോ മൂടിപ്പോവുകയോ ചെയ്തിട്ട് അത് പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനവും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നില്ല. ആനയൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മനുഷ്യവാസ പ്രദേശത്തേക്ക് ആന വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം തന്നെ ഈ ഭക്ഷണമില്ലായ്മയാണ് എന്നാണ് വനവാസികൾ പറയുന്നത്. ഫോറസ്റ്റ് നമുക്ക് റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ കാണുമ്പോൾ നല്ല തിക്ക് ഫോറസ്റ്റാണ്. പക്ഷേ ഫോറസ്റ്റിൻ്റെ അകത്തളങ്ങളിലും ഉൾപ്രദേശങ്ങളിലൊക്കെ പല ഭാഗങ്ങളിലും മൊട്ടക്കുന്നുകളാണ്. ഫോറസ്റ്റൈസേഷൻ എന്ന് പറഞ്ഞ് കോടാനക്കോടി രൂപ ഓരോ വർഷവും ലക്ഷക്കണക്കിന് മരങ്ങൾ ഞങ്ങൾ നട്ടുപിടിപ്പിച്ചു എന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പത്രങ്ങൾ വഴി റിപ്പോർട്ട് കൊടുത്ത് കൊട്ടിഘോഷിക്കുമ്പോൾ ഈ വെച്ച് പിടിപ്പിക്കുന്ന ഒരു മരം പോലും ഈ കേരളത്തിലെ ഫോറസ്റ്റിൻ്റെ അകത്ത് വളർന്നിട്ടില്ല. പൂർണ്ണമായിട്ടും സോഷ്യൽ ഓഡിറ്റിന് വിധേയമാകേണ്ട ഒരു കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് ആ ഫോറസ്റ്റിൽ പോയി അതൊന്ന് കാണാനോ പൊതുപ്രവർത്തകർക്കോ ഒരു MLAക്കോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റിനോ ജനപ്രതിനിധിക്കോ എന്താണ് ഇവർ ഈ പറയുന്ന വനവൽക്കരണം നടക്കുന്നുണ്ടോ, ഇവർ പറയുന്ന മറ്റു സോയിൽ പ്രൊട്ടക്ഷൻ നടക്കുന്നുണ്ടോ? കോടികളാണ് എഴുതി വാങ്ങുന്നത്. അത് പരിശോധിക്കാൻ പോലും കഴിയാത്ത വിധം ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് കയറിയാൽ കേസെടുക്കുന്ന ലോകത്തൊരു രാജ്യത്തുമില്ലാത്ത നിയമങ്ങൾ വെച്ച് വരിഞ്ഞ് മുറുക്കിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. അതുകൊണ്ട് തന്നെ ഈ മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ ഫോറസ്റ്റിനകത്ത് തകർന്നിരിക്കുകയാണ്. അവരുടെ ആവാസ വ്യവസ്ഥകൾ തകരുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള തണുപ്പും വെള്ളവും ഭക്ഷണവും കിട്ടുന്നത് മനുഷ്യരുടെ ഇടയിലാണെങ്കിൽ ആ മനുഷ്യരുടെ ഇടയിലേക്ക് ഇവർ കടന്നു വരികയും ആക്രമിക്കുകയും കൊല്ലുകയും മനുഷ്യനെ ഭക്ഷിക്കുകയും കൃഷി നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇവിടെ ആനക്കൂട്ടം, ആനകൾ പെരുകുന്നു കാട്ടിൽ, കടുവകൾ പെരുകുന്നു നാട്ടിൽ. ഏറ്റവും ചുരുങ്ങിയ പക്ഷം കാട്ടിലേക്ക് പോകണ്ട, ഇപ്പം ലോകത്തെല്ലായിടത്തും ഉള്ള ഈ ഹണ്ടിങ് എന്ന് പറയുന്ന ഈ ഇന്ത്യയിൽ മാത്രം ഇല്ലാത്ത ആ സമ്പ്രദായം വരണ്ട. പക്ഷെ നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യൻ്റെ വീട്ടിൽ കയറി മനുഷ്യരെ കൊല്ലാൻ നോക്കുന്ന മൃഗങ്ങളെങ്കിലും വെടിവെച്ച് കൊല്ലാൻ പരുവത്തിന് ആ നിയമം മാറ്റണ്ടേ ശ്രീ ഏഞ്ചൽസ് നായർ? ശ്രീ പി വി അൻവർ ഇപ്പോൾ വളരെ ദൈവികമായിട്ടുള്ള ചില വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ തന്നെ എടുക്കുക. അദ്ദേഹം എത്രയോ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ പറയും, ഈ പുട്ടിന് തേങ്ങ ഇടുന്ന മാതിരിയാണ് ഇദ്ദേഹം സത്യസന്ധവും വ്യക്തവുമായിട്ടുള്ള കാര്യങ്ങൾ പറയുക. പക്ഷേ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് വളരെ മോശപ്പെട്ടൊരു കാര്യമായിരുന്നു. കിണറ്റിൽ വീണ ആ ആനയെ മണ്ണിട്ട് മൂടുക എന്ന് പറഞ്ഞത്. ആ വ്യക്തി തന്നെയാണ് ഈ ഒരു സാത്താൻ്റെ വാക്കുകളായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ആ വ്യക്തി തന്നെ മുമ്പ് ഇദ്ദേഹം ഇതേമാതിരി വളരെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ഇതിനകത്തേക്ക് വരട്ടെ. ഈ കള്ളിങ് എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെ അവസ്ഥ, അല്ലെങ്കിൽ ഇന്ത്യയിലെ അവസ്ഥ, അല്ലെങ്കിൽ ആസ്ട്രേലിയയിലെ അവസ്ഥ, അല്ലെങ്കിൽ അമേരിക്കയിലെ അവസ്ഥയൊന്നും അല്ല. ഇവിടെ പ്രേയും പ്രിഡേറ്ററും, ഒന്ന് ഇരയും ഇര പിടുത്തക്കാരനും
ഹലോ അല്ല അതിനേക്കാൾ ഭീകരമാണെന്ന് പറയുകയാണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ഒന്നും അവസ്ഥയല്ല, ഹണ്ടിങ്ങുള്ള രാജ്യങ്ങളിലെ അവസ്ഥയേക്കാൾ ഭീകരമാണ് നമ്മുടെ അവസ്ഥ. സാറേ ഇവിടെ മനുഷ്യന് കിടക്കപ്പുറത്തില്ല, ഇവിടെ കുഞ്ഞുങ്ങൾക്ക് പുറത്തു പോകാൻ പേടിയാ, പ്രാണഭയവാ, രാവിലെ റബ്ബർ വെട്ട് ഇറങ്ങാൻ പേടിയാ, കൃത്യമായിട്ട് പറഞ്ഞു അതിന് പെറ്റുപേരി ഇറങ്ങി കിടക്കുക, അതിനെ വെടിവെച്ച് കൊല്ലട്ടെ. ഏഞ്ചൽസ് നായർ പേടിയാണ്, പേടിക്കേണ്ടി വരും. കാരണം ഇതിനെ ഞാൻ പറഞ്ഞു തീരട്ടെ ഹാഷ്മി, ഞാനിത് പറഞ്ഞൊന്ന് തീർത്തോട്ടെ. ഇത് ഈ രണ്ട്, അതായത് പ്രേയും പ്രിഡേറ്ററും ഒന്നിച്ച് കാടിന് പുറത്ത് നിന്ന് വേട്ടയാടുന്ന അവസ്ഥയാണ്. കാട്ടുപന്നികളെ മുഴുവൻ വെടിവെച്ചിട്ടിരിക്കുകയാണ്. 3.5 വർഷമായി കാട്ടുപന്നികളെ മുഴുവനായിട്ട് ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുലി, കടുവ എന്നീ ജീവികളുടെ പ്രധാന ഭക്ഷണമാണ് കാട്ടുപന്നികൾ. എന്നിട്ടോ ഈ കാട്ടുപന്നികളെ വെടിവെച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു തീർന്നോട്ടെ, ഞാൻ പറഞ്ഞു തീരട്ടെ. അത് അല്ല, കാട്ടുപന്നി ആര് ഉന്മൂലനം ചെയ്തു? ഞാൻ പറയാം. ഏഞ്ചൽസ് നായർ, എന്റെ നാട് പന്തളവാ, കാട്ടുപന്നി കേൾക്കാത്ത സ്ഥലവാ. കഴിഞ്ഞ ആഴ്ച പോയപ്പോഴത്തേക്ക് അവിടെ മൊത്തം കാട്ടുപന്നിയാ, നാട്ടിൽ മൊത്തം കാട്ടുപന്നിയാ. ആരുന്മൂലനം ചെയ്യുന്നു? ആരുന്മൂലനം ചെയ്തു? എവിടെ ഉന്മൂലനം ചെയ്തു? അതിന് വേണ്ടത് അവിടെ കടുവയാണ്. ഈ കടുവകളെ പിടിച്ച് കൂട്ടിലേക്ക് ഈ വയനാട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ പത്തനംതിട്ടയിൽ നിന്നുള്ള കടുവകളെ പിടിച്ച്, പുലികളെ പിടിച്ച് അതിനെ തിന്നു തീർക്കേണ്ട ഒരു ജീവിയുണ്ട്. ഇതിന്റെ ഈ ഇംബാലൻസിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കടുവയും പുലിയൊക്കെ ഈ വന്യജീവി സംരക്ഷണ നിയമം വരുന്നതിന് മുമ്പേ നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നി പിടിക്കാൻ കാട്ടിൽ നിന്ന് കടുവ ഇറങ്ങി വരണോ? ഏഞ്ചൽസ് നായർ മലബാറിലേക്ക് കുടിയേറുമ്പോ അവിടെ അന്നും ഈ കടുവയും പുലിയും ആനയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഇവർ ഭീഷണി നേരിട്ടിട്ടില്ല. എന്തുകൊണ്ട് ഈ 3-4 വർഷമായിട്ട് ഇതേമാതിരിയുള്ള ഭീകരമായിട്ടുള്ള അവസ്ഥ? ഇപ്പൊ കടുവ ഒരാളെ ഭക്ഷിച്ചേക്കുക, 2 വർഷം മുമ്പും വേറൊരു ജീവിയെ, ഒരു മനുഷ്യനെ ഭക്ഷിച്ചിരുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ കൺസർവേഷൻ മെക്കാനിസം രാഷ്ട്രീയക്കാര് ഇരുന്ന് സംസാരിക്കേണ്ട കാര്യമൊന്നുമല്ല, അത് കൺസർവേഷനിസ്റ്റുകൾ സംസാരിക്കേണ്ട കാര്യം. പൈതഗോറ സിദ്ധാന്തത്തെ കുറിച്ച് സംസാരിക്കേണ്ടത് ഗുണന പട്ടിക പഠിക്കാത്തവരല്ല, അത് ഗുണന പട്ടിക പഠിച്ചവരും. കാട്ടുപന്നി നാട്ടിൽ പെരുകുന്നു, അതിനുവേണ്ടി കടുവ നാട്ടിലോട്ടിറങ്ങി കാട്ടുപന്നി പിടിച്ചോട്ടെ എന്നൊക്കെ പറയുന്നത് മണ്ടത്തരമല്ലേ? കാട്ടുപന്നിക്കൂട്ടം നാട്ടിൽ തെറയുന്നു, അത് കാരണം കടുവ നാട്ടിലോട്ട് ഇറങ്ങട്ടെ, എന്നിട്ട് ഈ കാട്ടുപന്നി പിടിച്ചോട്ട് പോട്ടെ എന്നൊക്കെ പറയാവോ? തീരുമാനിക്കേണ്ടത് അത് സയന്റിസ്റ്റുകളല്ലേ തീരുമാനിക്കേണ്ടത്, കൺസർവേഷനിസ്റ്റുകളല്ലേ അത് തീരുമാനിക്കേണ്ടത്. എന്താണ് ചെയ്യേണ്ടത് എന്ന് ഫോറസ്റ്റുമായിട്ട് വൈൽഡ് ലൈഫുമായിട്ട് അല്ല അലക്സ് അങ്ങോട്ട് കയറി വെടിവെച്ച് കൊല്ലണ്ട. ഏറ്റവും തീരുമാനിക്കേണ്ടത് വെടിവെക്കണോ വേണ്ടോ എന്ന് കൺസർവേഷനിസ്റ്റുകളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ കൺസർവേഷൻ തീരുമാനിച്ചു വരുമ്പോഴേക്കും ഇതുങ്ങൾ പിന്നെ മനുഷ്യരെ പിടിക്കും. നാട്ടുകാരും പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു മൃഗത്തെ, ഒരു മനുഷ്യജീവനേക്കാൾ വലുതല്ല സാറേ ഒരു മൃഗത്തിന്റെ ജീവൻ. മനുഷ്യജീവൻ കഴിഞ്ഞു മതി മൃഗത്തിന്റെ ജീവൻ. പക്ഷെ അലക്സേ, ഇവിടെ അങ്ങോട്ട് കയറി വെടിവെച്ച് കൊല്ലണ്ട. ഏറ്റവും ചുരുങ്ങിയ പക്ഷേ വീട്ടിൽ ആക്രമിക്കുന്ന മൃഗത്തെ വെടിവെച്ച് കൊല്ലാനുള്ള അനുവാദം കൊടുക്കണ്ടേ ഈ നാട്ടിലെ പൗരന്മാർക്ക്? അതെങ്കിലും സംസ്ഥാനത്ത് പറ്റുന്നതാണോ അലക്സ്? തീർച്ചയായിട്ടും ഹാഷ്മി, ഉണ്ടാക്കണം. അതായത് സ്വരക്ഷ എന്നുള്ളത് പൗരന്റെ മൗലിക അവകാശമാണ്. കേരളത്തിലെ അവസ്ഥ സ്വന്തം ജീവൻ രക്ഷിക്കാനുള്ള അവകാശം, അതായത് വരാൻ പോകുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് 4 വർഷമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അത് ഞാൻ കോടതിയിൽ കേസ് ഇട്ടിട്ടുണ്ട്. നിങ്ങളിൽ എത്ര പേര് കേസുമായിട്ട് വന്നിട്ടുണ്ട്? ഇന്ന കാര്യങ്ങൾ 1 by 1 ആയിട്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് ഞാൻ കോടതിയെ സമീപിച്ചിരിക്കുന്ന വ്യക്തിയാണ്. പ്ലാന്റേഷനുകൾ മാറ്റണം, അവിടെ സ്വാഭാവിക വനങ്ങൾ വച്ചുപിടിപ്പിക്കണം എന്നൊക്കെയാണ് കർഷകർ എത്ര പേര് ഈ ആവശ്യമായിട്ട് സ്വാഭാവിക വനങ്ങൾ വളർത്തട്ടെ, അവിടെ വന്യജീവികൾ കാട്ടിൽ നിൽക്കട്ടെ എന്ന് എന്തുകൊണ്ട്